5 പൈസ മുടക്കില്ലാത്ത യാത്രകൾ തുടങ്ങുക. 5 പൈസ മുടക്കില്ലാത്ത യാത്രകൾ തുടങ്ങുക. ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളുടെ അപ്പുറത്തെ ഗ്രാമത്തിലെ ഒരു അമ്പലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തോട് ഒഴുകുന്ന നദിയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് നിങ്ങളൊന്ന് പോയിട്ടുണ്ടോ? അവിടം വരെ പോകാൻ അധികം പൈസ വേണ്ടല്ലോ. എന്തെങ്കിലും ജോലിയുള്ള ഒരാള് അയാൾ കന്യാകുമാരി കണ്ടിട്ടുണ്ടോ? യോവനരെ കോവളം കണ്ടിട്ടില്ലാത്ത എത്രയോ പേരുണ്ട്. വർക്കല കടൽത്തീരം കണ്ടിട്ടില്ലാത്ത മലയാളികൾ എത്രയുണ്ട്. നിങ്ങൾ എന്തിനാണ് അമേരിക്കയിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നത്? നിങ്ങൾ വർക്കല പോലും കണ്ടിട്ടില്ലല്ലോ. നാട്ടിൽ കൂടെ നടക്കില്ല. ഇപ്പൊ ഞാന് കൊളംബസിനെ സംസ്കരിച്ച സിമിത്തേരി കാണിക്കുമ്പോ ആളുകൾ പറയും, ഓ, ലോകത്തിലെ മഹാരഥന്മാരെയൊക്കെ സംസ്കരിച്ച സിമിത്തേരികൾ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എത്ര പേരുടെ സിമിത്തേരി, എബ്രഹാം ലിങ്കൺ, മറ്റ് ഷേക്സ്പിയർ, ഇതൊക്കെ ലിസ്റ്റ് എടുത്തു. അപ്പൊ ഞാൻ ഒരിക്കലും കോളേജിലെ പിള്ളേരോട് ചോദിച്ചിട്ടുണ്ട്, വാസ്കോഡിഗാമയെ സംസ്കരിച്ച സിമിത്തേരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫോട്ടോച്ചിയില് ഇവിടെ ചെന്നാൽ മതി. അപ്പൊ ഈ നമ്മുടെ തൊട്ടടുത്തുള്ളതിനെ കാണാതെയാണ് നമ്മൾ അപ്പുറത്തെ വലിയ സംഭവത്തിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് നിരാശപ്പെടുന്നത്. ആദ്യം 5 പൈസ ചെലവില്ലാത്ത ഇതിലേക്കൊന്ന് പോകും. അങ്ങനെയാണ് യാത്രകൾ തുടങ്ങേണ്ടത്. നാളെ എന്താകും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇന്നത്തെ സന്തോഷം നഷ്ടപ്പെടുത്തരുത്. കുറച്ചുകൂടി നല്ല സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണണം. എത്താവുന്ന അത്ര ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തും വേണം. പക്ഷെ ഈ നിമിഷം ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ആസ്വദിക്കണം. അപ്പോഴേ നമുക്ക് ജീവിതത്തോട് സ്നേഹം ഉണ്ടാവും. വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു, നീഹാരം തൂകുന്നു, കതിരൊളികൾ പടരുന്നു, ഇരുളലകൾ അകലുന്നു, പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം.